പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാര് പൊതുവെ നല്ല ധൈര്യശാലികളായിരിക്കും. അതുപോലെ എന്തൂസിയാസ്റ്റിക് ആണ്, ആംബിറ്റിയസ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ തന്നെ എന്തായാലും നിങ്ങൾ നിൽക്കുകയും ചെയ്യും. പലപ്പോഴും നിങ്ങളുടെ ശാഠ്യം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാറുണ്ട്. നിങ്ങൾ അങ്ങനെ ശാഠ്യക്കാരാണ്, അതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ട്രാവലിനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതുപോലെ കരിയറിൽ കുറച്ച് കോമ്പറ്റീഷൻ നന്നായിട്ട് നിങ്ങൾക്ക് കൂടി. അതുപോലെ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സിനെ കൺവിൻസ് ചെയ്യാനും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇനി വരാൻ പോകുന്ന സെപ്റ്റംബറിൽ അങ്ങനെയല്ല. കരിയർ പരമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല കോമ്പറ്റീഷൻ എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും. അതിന് എഴുതിയിട്ടുണ്ടെങ്കിൽ റിസൾട്ടും നല്ലതായിരിക്കും. ഇൻ്റർവ്യൂ ഒക്കെ നല്ല ഫേവറബിൾ ആയിരിക്കും. ജോബ് ചേഞ്ച്, ട്രാൻസ്ഫർ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലരുടെയും ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എടുത്തു ചാടിയിട്ട് വേറൊരു ജോലിക്ക് കയറാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുക. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ്, പബ്ലിസിറ്റി, വാട്ടർ റിലേറ്റഡ് ബിസിനസ്സൊക്കെ ചെയ്യണവർക്ക് നല്ല സക്സസ് ആണ് കാണുന്നത്. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. ലക്ഷറി ഐറ്റംസ് വാങ്ങി വെറുതെ വെക്കരുത്, അത് ഗുണം ചെയ്യുകയില്ല. കാരണം അത് ഒരു പാഴ് വസ്തുക്കളായിരിക്കും എന്നത് നിങ്ങൾ പിന്നീടേ അറിയുള്ളൂ. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ, കണ്ണിന് പ്രോബ്ലം, ഡീഹൈഡ്രേഷൻ പ്രശ്നങ്ങൾ, ഹൈഡ്രേഷൻ, ഐ കെയർ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടി വരും.